പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ദേവേന്ദുവിൻ്റെത് മുങ്ങി മരണം എന്ന് തന്നെയാണ്. കുഞ്ഞിന്റെ മരണകാരണം ശ്വാസകോശത്തിൽ വെള്ളം കയറിയതാണ്. കിണറ്റിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞത് തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ ശരീരത്തിൽ മുറിവുകൾ ഒന്നുമില്ല എന്നും പോലീസ് പറയുന്നു. അതായത് മുങ്ങി മരിക്കുകയായിരുന്നു ആ കുഞ്ഞ്. അപ്പോൾ ജീവനോട് കൂടിയാണ് ആ കിണറ്റിലേക്ക് ആ കുഞ്ഞിനെ ഹരികുമാർ എറിഞ്ഞത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവുകയാണ്. എന്തൊരു കഷ്ടമാണല്ലേ ഹിമ. 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ആ ഒരു പിഞ്ചു കുഞ്ഞിനെ എങ്ങനെയാണ് ആ പൊന്നോമനെ, നമുക്ക് ആ കുഞ്ഞിനെ ഫോട്ടോ നമ്മളിപ്പം കാണുന്നുണ്ട്, ആ പൊന്നോമനെ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക? എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ മുങ്ങിയ മരണമാണ് എന്ന് സ്ഥിരീകരണം വരികയാണ്. കുഞ്ഞിന്റെ മരണകാരണം, കുഞ്ഞ് മരിക്കാനുള്ള കാരണം അത് ശ്വാസകോശത്തിൽ വെള്ളം കയറിയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരണം വരികയാണ്. കിണറ്റിലേക്ക് ജീവനോടെ എറിഞ്ഞു തന്നെയാണ് കുഞ്ഞിനെ കൊന്നത് എന്നുള്ള കൂടി വരുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ. ആര്യ, കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊന്നത് തന്നെയാണെന്ന സ്ഥിരീകരണത്തിൽ തന്നെ പോലീസ് എത്തിയിരിക്കുകയാണ്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതായത് കുഞ്ഞിൻ്റെ ശ്വാസകോശത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ ശേഷമാണ് ഈ കിണറ്റിലേക്ക് എറിഞ്ഞതെങ്കിൽ അങ്ങനെ ഉണ്ടാകില്ലായിരുന്നു. ഇത് കൃത്യമായും കിണറ്റിൽ വീണ് മുങ്ങി തന്നെയാണ് കുഞ്ഞ് ഈ 2.5 വയസ്സുകാരി മരിച്ചത്. മാത്രമല്ല, ശരീരത്തിൽ ഒരിടത്തും മറ്റ് മുറിവുകളുടെ പാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് മറ്റേതെങ്കിലും തരത്തിൽ കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിൽ ഇടുകയായിരുന്നു ചെയ്തതെങ്കിൽ അത്തരത്തിൽ അപായപ്പെടുത്തിയതിൻ്റെ ചില തെളിവുകൾ ശരീരത്തിൽ ഉണ്ടാകുമായിരുന്നു. അപ്പോൾ അതൊന്നും ഇല്ല എന്നത് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിലയിരുത്തുന്നത്. ഇപ്പോഴും പോലീസ് എത്തുന്ന നിഗമനം ഈ അമ്മയും അമ്മാവനും ഇവർ രണ്ടുപേരിൽ ഒരാളാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. ഈ രണ്ടുപേരും അമ്മാവനാണ് എന്ന് അമ്മാവൻ ഇത് താനാണ് ഈ ചെയ്തതെന്ന് കുറ്റസമ്മതം നടത്തുമ്പോഴും പോലീസ് അത് പൂർണ്ണമായി മുഖവിലേക്ക് എടുക്കുന്നില്ല. അതുകൊണ്ടാണ് അമ്മയിലേക്ക് കൂടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ചോദ്യം ചെയ്യലും ഇപ്പോഴും നടക്കുന്നത്. ഇവർ തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ, അതായത് അമ്മയും സഹോദരനും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അമ്മാവൻ്റെ സ്വഭാവത്തിലെ ചില ദൂഷ്യങ്ങളും എല്ലാം തന്നെ ഈ വാട്സപ്പ് ചാറ്റിൽ ഉള്ള സംഭാഷണത്തിനിടയിലൂടെ പോലീസ് മനസ്സിലാക്കുന്നു. എന്തായാലും പൂർണ്ണമായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു കാര്യം വ്യക്തമാകുന്നു: ഈ കുഞ്ഞിനെ ഇവർ കൊലപ്പെടുത്തിയത് ജീവനോടെ കിണറ്റിലെറിഞ്ഞ് തന്നെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഈ നീചകൃത്യം ഈ രണ്ടുപേരിൽ സ്വന്തം അമ്മയാണോ ഇത് ചെയ്തത്, അതോ അമ്മയുടെ സഹോദരനായ അമ്മാവനാണോ ഇത് ചെയ്തത് എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരാനുള്ളത്. ഇക്കാര്യത്തിൽ ഇവർ പരസ്പരം പറയുന്ന കാര്യങ്ങളിലെ ചോദ്യം ചെയ്യലിലെ പൊരുത്തക്കേട് തന്നെയാണ് പോലീസിനെ ഇപ്പോഴും കുഴപ്പിക്കുന്നത്. എന്തായാലും ഇവർ രണ്ടുപേരിൽ ഒരാളിലേക്ക് ഈ അന്വേഷണം ചെന്ന് അവസാനിക്കും. പക്ഷേ അപ്പോഴും പോലീസ് ഇപ്പോഴും സംശയത്തിൽ നിൽക്കുന്നത് എന്തിനു വേണ്ടിയായിരുന്നു ഈ 2.5 വയസ്സുകാരിയെ കൊന്നത്, അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു? ഈ 2.5 വയസ്സുകാരിയെ അപായപ്പെടുത്താൻ മാത്രമുള്ള ഇവർക്കുള്ള വിദ്വേഷം അല്ലെങ്കിൽ ഇത്തരം ഒരു നീചകൃത്യം ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പോഴും ഈ കുഞ്ഞിൻ്റെ അച്ഛന് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന ഒരു നിരീക്ഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഏതായാലും അതൊന്നും പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ കഴിയുന്ന ഒരു ഘട്ടത്തിലല്ല ഇപ്പോൾ അന്വേഷണം. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ശരി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. മുങ്ങി മരണമാണ് ആ ദേവേന്ദുവിന്റെ മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയാണ്.